ഞാൻ വന്നിരിക്കുന്നത് ഒരു വിൻറ്റേജ് ജേർണലുമായിട്ടാണ്. നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്താണ് ഞാൻ ജേർണൽ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ജേർണൽ ചെയ്യുന്നതെന്ന് നോക്കാവേ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന തീമെന്ന് പറയുന്നത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ തീമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കതിൽ നിന്ന് ഏതൊക്കെ വേണമെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് സെലക്ട് ചെയ്തിട്ട് അത് വെച്ചാണ് ഞാനിവിടെ വിൻറ്റേജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തീമായിട്ട് സജഷൻസ് പറയണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാവേ. അപ്പം മുമ്പ് ഞാൻ കുറച്ച് ജേർണലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറി കാണണം, കണ്ടിട്ട് കമൻറ്റൊക്കെ പറയുന്നേ. എന്നാലേ എനിക്ക് പുതിയതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഈ പറയുന്ന പോലെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ആ ഒരു കളറിലെ ജേർണൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തീമാണെങ്കിൽ തീം പറഞ്ഞാലും നമുക്കതനുസരിച്ച് ചെയ്യാം. പിന്നീട് നമ്മളുടെ ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു പേപ്പറിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അത് ജേർണൽ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, നമുക്കിഷ്ടമുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. അതാണല്ലോ നമ്മുടെ ജേർണൽ. അപ്പോൾ നമുക്ക് കുറച്ച് കളറൊക്കെ കൊടുത്തു. അപ്പോൾ ഈ ഒരു ബ്രൗൺ ഓറഞ്ച് തീമായിട്ടാണ് ഞാൻ ഫുള്ള് ആ ഒരു കളർ കൊടുക്കുന്നത്. അതെല്ലാം മിക്സഡ് കളറാണ്. നിങ്ങളുടെ സജഷൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ചെയ്യാവേ. അത് നമുക്ക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ളിടത്തൊക്കെ ഒട്ടിക്കാം. പിന്നീട് ഈ പറയുന്ന പോലെ ആ ഡോട്ടഡ് ലൈൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടോ ടു ഡു ലിസ്റ്റോ എന്തെങ്കിലും വേണമെങ്കിൽ എഴുതാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം നമ്മുടെ വിൻറ്റേജ് ഇവിടെ ഒരുവിധം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറച്ച് പേജൊക്കെ ഈ ഒരു സ്പേസൊക്കെ ഒരു കിടക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സ്കെച്ച് വെച്ച് കുറച്ച് ഒരു ഡോട്ടോ സ്റ്റാറോ നമുക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിൻറ്റേജ് ജേർണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങളൊക്കെ പറയടോ, എന്നാലേ എനിക്കും ഒരു